ഖുർആനിൽ അന്ന് അറബികൾക്കറിയാത്തതും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയതുമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടോ? യെസ് ബോസ്, ഞാനുണ്ട്. വേണ്ട, 3 മാസം കഴിഞ്ഞിട്ട് തെളിയിച്ചാൽ മതി. ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ നാടോടികളായ അറബികൾക്ക് അന്ന് അറിയാവുന്ന കാര്യങ്ങളല്ലാതെ പിന്നീട് സയൻസ് കണ്ടെത്തിയ എന്തെങ്കിലും ഒരറിവ് ഖുർആനിൽ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ സഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ചാണ്. ഈ മുഹമ്മദ് നബി ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ എന്താണ് ജംഷീർ, നിങ്ങൾ കുറെ നേരമായില്ലേ ഈ വീഡിയോ തന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ? എന്താ ചങ്ങായിന്റെ എത്രമാത്രം കേക്കല്ലേ? ഞാനതേ ജബ്ബാറിനല്ലേ നോക്കിയതാ. അതെന്താ സംശയമുള്ളേ? അയ്യേ ജബ്ബാറിനല്ലേ? അല്ലേ, മൂപ്പരല്ലേ പറഞ്ഞു ഞാനല്ല വെല്ലുവിളിച്ചത്, MM അക്ബർ ഇന്നെയാണ് വെല്ലുവിളിച്ചത്. ഒക്കെ ബോധമില്ലാതെ പറഞ്ഞേക്കാരെന്ന്. മൂപ്പരനല്ലേ പറഞ്ഞു, മൂപ്പർക്ക് 10-65 വയസ്സായി, എനിക്ക് ബുദ്ധി ഓർമ്മയും ബോധമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയാണ് എന്നുള്ളത്. അപ്പൊ ഈ ബോധമില്ലാത്തവരൊക്കെ വെല്ലുവിളിക്കാൻ നിൽക്കണോ? വെല്ലുവിളിച്ചോ ബോധമില്ലാതെ അതാണ് അതിന്റെ രസം. അല്ലെങ്കിൽ ബോധമുള്ള ആരെങ്കിലും ഈ വെല്ലുവിളിക്കാൻ നിൽക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നത്തെ അറബികൾക്ക് അറിയാത്തതും പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ടെന്നുള്ള ഏത് എന്തിനാ അറിയാത്തത്? എന്തായാലും സംവാദം കണ്ട് അടുത്തിക്കണ്. മൂപ്പരാണെങ്കിൽ ആകെ ബേജാറായിട്ടുള്ളത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മൂപ്പരെന്നെ മറന്നു പോയിക്കണ ആരാ വെല്ലുവിളിച്ചതെന്ന് തന്നെ. ഓ, ജബ്ബാറിന് അതേ ബേജാറാണ്. സംഭവം എന്താണെന്നറിയോ? മൂപ്പര് കുറേ കാലമായിട്ട് ഈ ഇസ്ലാം വിരോധമായിട്ടും ഇസ്ലാമിനെ കളിയാക്കിയിട്ട് കുറേ വീഡിയോ ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി ഇങ്ങനെ മാറാൻ നോക്കുകയാണ്. പക്ഷെ എവിടെയും ഒന്നും കൊള്ളണില്ല. അപ്പൊ മൂപ്പര് വെറുതെ ഈ ഒരു വെല്ലുവിളി ആകാശത്തേക്ക് ഒരു വെടിയുടെ വെച്ച് നോക്കിയാണ്. ജബ്ബാർ എഴുതി എന്താ അറിയോ, അവരെ ആകാശത്തേക്ക് വെടി വെച്ചപ്പോൾ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ മുസ്ലിം പണ്ഡിതന്മാർ ഇതിന് മറുപടി പറയും. അപ്പം എന്ത് ചെയ്യുക, ജബ്ബാറിൻ്റെ വീട്ടിലിരുന്നിട്ട് ഒരു മൂലയിലിരുന്നിട്ട് ഇതിനൊക്കെ വിമർശിച്ചിട്ട് വേറെ പതിവ് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം പോലെയുള്ള വിമർശനം ഉണ്ടല്ലോ, പ്രവാചകൻ, ആ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ കുറെ വീഡിയോ കണ്ട് ചെയ്തിട്ട് ജനങ്ങളുടെ ഇടയിൽ ആണ് പിടിച്ചിരിക്കാന്നാ മൂപ്പര് കരുതിയത്. അതിന് ജംഷീർക്ക് ഇതൊക്കെ കൂടി പോയാണ്ട് ഒരു സംവാദത്തിൽ കലാശിക്കുന്നൊന്നും ജബ്ബാർ കരുതിയിട്ടുണ്ടാവില്ല. അതായത് വെല്ലുവിളിച്ച കാര്യം തെളിയിച്ചോ ഇല്ലേന്ന് അറിയാൻ എന്ത് ചെയ്യണം, നേർക്ക് നേരെ ഇരിക്കണം. നേർക്ക് നേരെ ഇരുന്നാലാണ് തെളിയിച്ചോ ഇല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോൾ മൂപ്പര് ഒഴിഞ്ഞു മാറി. എന്താ പറയുക, മൂപ്പര് പറയണേ MM അക്ബറോ മുജാഹിദ് ബാലുശ്ശേരി എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കണം, വേറെ ആരായിട്ടും ഞാൻ കളിക്കാനില്ല, വേറെ ആരും ഞാൻ കളിക്കാൻ കൂട്ടില്ല, ഇതിൻ്റെ അവസാനത്തെ കളിയാന്ന് മൂപ്പര് പറയണേ. MM അക്ബർ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു ജബ്ബാർ സ്വപ്നത്തിൽ കരുതിണ്ടാവൂല. ഇല്ല, അതുകൊണ്ടല്ലേ 3 മാസത്തെ സമയമാണെന്ന് പറഞ്ഞേ. അന്ന് അറബികൾക്ക് അറിയാത്തതും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയതുമായ കാര്യങ്ങൾ ഖുർആനിലുണ്ടോന്ന് തെളിയിക്കണം. ആരാ തെളിയിക്കേണ്ടത്? MM അക്ബറാണ് തെളിയിക്കേണ്ടത്. അപ്പൊ സമയം ആർക്കാ വേണ്ടത് ശരിക്ക് പഠിച്ചു പറയാന്? MM അക്ബറിന്. പക്ഷെ MM അക്ബർ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് നടത്താം സംവാദം. പക്ഷെ ജബ്ബാർ പറഞ്ഞ എനിക്ക് 3 മാസത്തെ സമയം വേണം. പാവാണ് ജംഷീർക്ക. മൂപ്പർക്ക് പഠിക്കേണ്ട ഒരു വൈനല്ലേ. അപ്പൊ ഇതൊന്നും പഠിക്കാണ്ടാണോ വെല്ലുവിളിക്കാൻ വന്നത്? നിങ്ങൾ എന്താ പറയണേ? ഓര് വിചാരിച്ചിട്ടുണ്ടാവും ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലും ഒക്കെ യാദൃശ്ചികമായിട്ട് ഉണ്ടാവല്ലേ, അതേമാതിരി സംവാദം യാദൃശ്ചികമായിട്ടാണ് നടന്നോളെന്ന് ഓര് വിചാരിച്ചിട്ടുണ്ടാവേ. ഏതായാലേ അതിശയം തന്നെ ഇവരെ കാര്യം. കാരണം വെല്ലുവിളിച്ചത് ജബ്ബാർ, വെല്ലുവിളി സ്വീകരിച്ചത് MM അക്ബർ. അപ്പൊ ആരാ ആദ്യം വിഷയം അവതരിപ്പിക്കണ്ടേ? MM അക്ബർ. വിഷയം തെളിയിക്കണല്ലോ, ഈ വെല്ലുവിളിച്ച കാര്യം തെളിയിക്കണല്ലോ. അപ്പൊ എന്താണ് വെല്ലുവിളി? എന്താണ് അന്ന് അറബികൾക്കിടയിൽ ഇല്ലാത്തതും പിന്നീട് ശാസ്ത്രം കണ്ടെത്തതുമായ കുറെ കാര്യങ്ങൾ ഖുർആനിലുണ്ടോ ഇല്ല എന്നുള്ളതാണല്ലോ വിഷയം. അപ്പോൾ അത് MM അക്ബർ അവതരിപ്പിക്കണം. ജബ്ബാർ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ആ വിഷയം MM അക്ബർ അവതരിപ്പിക്കണം. അത് തെളിയിച്ചോ ഇല്ലേ എന്നുള്ള ആരാണ് ബോധ്യപ്പെടേണ്ടത്? പറയേണ്ടത് ജബ്ബാറാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ജബ്ബാർ പറയണത് എന്താ, ആദ്യം ഞാൻ വിഷയം അവതരിപ്പിക്കും, അതിന് എനിക്ക് എത്ര സമയം വേണം? 1 മണിക്കൂർ സമയം എനിക്ക് വേണം. അപ്പൊ ഈ 1 മണിക്കൂർ ഈ ജബ്ബാർ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഇതേ സംഗതി എന്താ പറയുക, എനിക്ക് ഇത് MM അക്ബർ ആദ്യം വിഷയം അവതരിപ്പിച്ചാൽ ജബ്ബാർ എന്ത് ചെയ്യണം? അതിന് മറുപടി പറയേണ്ടി വരും. അതിന് വിവരം വേണം. അതെ, വിവരം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ പറഞ്ഞ് റെഡിയാണോ ഇല്ലേ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. മാത്രല്ല മൂപ്പർക്ക് കിട്ടുന്ന ഈ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് സംവാദത്തിന്റെ വിഷയം
സംവാദത്തിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് എന്ത് ചെയ്യുക, മൂപ്പര് കണ്ട് തെറ്റിച്ച് കളയുക. അതുകൊണ്ടാണല്ലോ മൂപ്പര് ഇപ്പോൾ ഫേസ്ബുക്കിൽ പറയണത് വെല്ലുവിളിയാണ് സംവാദ വിഷയം, സംവാദത്തിൻ്റെ സാഹചര്യം എന്തൊക്കെയാണ്, ഈ ഒരു സംവാദത്തിലേക്ക് വന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനങ്ങനെ വിശദീകരിക്കും ആ 1 മണിക്കൂർ. അതൊക്കെയാണല്ലോ മൂപ്പരിപ്പോൾ പറയണത്. അപ്പോൾ ഈ മൂപ്പർ ഈ ഷഹാദത്ത് കലിമ ചൊല്ല, മുസ്ലിം ആവാ, തെളീക്ക്, ഇതൊന്നും മൂപ്പർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ? യുക്തിവാദികൾക്ക് എന്താ ആത്മാർത്ഥത? ഫിറൗന് മൂസാ നബിനെ വെല്ലുവിളിച്ചത് ആത്മാർത്ഥമായിട്ട് മുസ്ലിം ആവാൻ വേണ്ടിയിട്ടാണ്? അല്ല ജംഷീർക്ക്, ഞങ്ങൾ പറഞ്ഞേ ശരിയാണ്. പക്ഷെ അന്ന് ഫിറൗൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ മൂസാ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്. ഇതേമാതിരി ഈ ജബ്ബാറിൻ്റെ കൂടെ സത്യം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അവർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കട്ടെ. അതിന് ചങ്ങായി ഒന്ന് സംവാദത്തിന് വരണ്ടേ? ഇപ്പോൾ തന്നെ പറയണത് സംവാദത്തിന് വെല്ലുവിളിച്ച് ഞാനല്ല, MM അക്ബറാണ് വെല്ലുവിളിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. കുരങ്ങിൻ്റെ വാല് മുറിഞ്ഞിട്ടാണ് മനുഷ്യൻ ഉണ്ടായതെന്നാണല്ലോ യുക്തിവാദികൾ പറയണേ. അപ്പോൾ കുരങ്ങ് മലക്കം മറിയണ മാതിരിയൊക്കെ യുക്തിവാദികളും മലക്കം മറിയും. അതാണ് പരിണാമ സിദ്ധാന്തം. വെല്ലുവിളിച്ചവൻ വെല്ലുവിളി സ്വീകരിച്ചവനായി പരിണമിച്ചിരിക്കുന്നു. ഇനി യുക്തിവാദികൾക്ക് നെടുവീർപ്പിടാം. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു